ഏലക്കൊക്കെ ഇത്രയും വലിയ പൈസ ഉണ്ടോ ഗൈസ്? ഞാൻ ഈ അടുത്താട്ടോ അറിയുന്നത്. നോർമലി ഇങ്ങനെ ഞാനൊരു 100 ഗ്രാം ഏലക്ക മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു 100 ഗ്രാം ഏലക്ക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേറ്റ് വെറുതെ ചോദിച്ചതാണ്. റേറ്റ് ചോദിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അത് 1 കിലോ ഏലക്ക, അതും ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് തന്നെ 3800 രൂപയാണ് ഗൈസ്. അതായത് അപ്പോൾ ഞാൻ ഇതൊരു മിഡ് റേഞ്ച് ക്വാളിറ്റി ഉള്ളൊരു ഏലക്കയാണ് മേടിച്ചത്. ഏലക്കപ്പൊടി കുറച്ച് നമുക്ക് സാധനങ്ങൾ കറിക്കില്ല, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസിന് ചെറുതിങ്ങനെ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു ഫ്ലേവറിന് കൊടുക്കുന്ന കുറച്ച് ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എല്ലാപ്പോഴും ഏലക്കപ്പൊടി ആ സമയത്ത് ഉണ്ടാവും ഗൈസ്. അപ്പോൾ കുറച്ച് ഏലക്ക മേടിച്ച് പൊടിക്കാന്ന് വെച്ചിട്ട് കുറച്ച് ഏലക്ക മേടിച്ചാണ്. 25 ഗ്രാം ഏലക്കൊക്കെ വരുന്നത് 90 റുപ്പീസാണ്. അതും ഇത് ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റിയും അല്ല, ഒരു മിഡ് റേഞ്ച് ക്വാളിറ്റി വരുന്ന ഏലക്കയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് 90 റുപ്പീസ്, 25 ഗ്രാമേ ഉള്ളൂ. എനിവേ ഗൈസ്, നമുക്കിത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഏലക്കപ്പൊടി മേടിക്കാൻ പോയതായിരുന്നു ഞാൻ, പക്ഷേ ഏലക്കപ്പൊടി തപ്പിയിട്ട് കിട്ടിയില്ല. സോ തൽക്കാലം ഇപ്പോൾ ഏലക്ക മേടിച്ചു 25 ഗ്രാമിന് 90 റുപ്പീസ്. എനിവേ ലെറ്റ്സ് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പാനിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം, എന്നിട്ട് വേണം പൊടിക്കാൻ. ലെറ്റ്സ് ചൂടാക്കിയെടുക്കാം ഗൈസ്. നമ്മളിങ്ങനെ അടുത്തത് ചെയ്യേണ്ടത് ഏലക്ക ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിക്കൊടുക്കുക. ഒന്നും ഇടണ്ട, ജസ്റ്റ് നല്ലോണം ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ലോണം ചൂടാക്കി എടുക്കുക ഗൈസ്. ഒരു മിഡ് ഫ്ലെയിമിൽ വലിയ തീയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കുക. ഒരു വറുത്തെടുക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ ഗൈസ്. നമുക്കെന്തായാലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. അല്ല, ഏലക്കന്നെ മണ്ണടിക്കുന്നുണ്ട് കേട്ടോ. ഹൈ എന്തായാലും ഞാൻ നല്ലോണം ചൂടാക്കിയിട്ട് വരാം ഗൈസ്, നല്ലോണം ചൂടാക്കിയിട്ട് വരാം. നമ്മുടെ ഏലക്ക അത്യാവശ്യം ചൂടായി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതെടുത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ പൊടിച്ചു വരുമെന്നൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്നാലും പൊടിച്ച് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കാം ഗൈസ്. നമ്മൾ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് സാധനം ഇട്ടിട്ടുണ്ട്, മൂടിയിട്ട് പൊടിച്ചിട്ട് വരാം ഗൈസ്. മിക്സിയിലിട്ട് അടിച്ചടിച്ച് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഏലക്കപ്പൊടി സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്, സക്സസ്. ഓഹ്, മണം എൻ്റെ പോലെ തുറക്കുമ്പോൾ തന്നെ മണം കുത്തി കയറുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ വേണം നമ്മൾ ഏലക്കപ്പൊടി പൊടിക്കാൻ. ഇനി നമുക്കിത് സ്റ്റോർ വയ്ക്കാൻ തൽക്കാലം ഒരു കണ്ടെയ്നറും ഇല്ലാത്തതുകൊണ്ട് ബൗളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നിങ്ങളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, ഇല്ലാണ്ട് ഞാൻ എന്ത് പറയാൻ. എനിവേ നമ്മുടെ ഏലക്ക പൊടിച്ചൊരു സക്സസ് ആയിരിക്കുന്നു. അതിന് നല്ലോണം ഉണ്ട്, മീൻസ് കുറച്ച് നല്ലോണം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.